ഒരു പുസ്തകം എൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. എൻ്റെ ചിന്ത മാത്രമല്ല, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ശീലങ്ങൾ, എൻ്റെ സമാധാനം, എൻ്റെ ഉദ്ദേശം. ഒരു ദിവസം എല്ലാം മാറുന്നതുവരെ വർഷങ്ങളോളം ഞാൻ അതിനെ അവഗണിച്ചു പോന്നു. ഞാൻ ആദ്യമായി ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ അത് സംസാരിച്ചു. ഞാൻ ആശയക്കുഴപ്പത്തിലായപ്പോൾ അത് ഉത്തരം നൽകി. ഞാൻ ഭയപ്പെട്ടപ്പോൾ അത് സമാധാനം നൽകി. ഞാൻ തകർന്നപ്പോൾ അത് എനിക്ക് ശക്തി നൽകി. ബൈബിൾ വെറുമൊരു പുസ്തകമല്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് കടലാസിൽ എഴുതിയ അവൻ്റെ ശബ്ദമാണ്. അത് ചൈതന്യമാണ്, സജീവമാണ്. നിങ്ങളെ പൂർണ്ണമായും മാറ്റാൻ അതിന് ശക്തിയുണ്ട്. നിങ്ങൾ ഒരു മതവിശ്വാസിയാകാൻ വേണ്ടിയല്ല ബൈബിൾ വായിക്കുന്നത്. നിങ്ങൾ അത് വായിക്കുന്നത് ദൈവത്തെ അറിയാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം കണ്ടെത്താനാണ് നിങ്ങളത് വായിക്കുന്നത്. നുണകൾ നിറഞ്ഞ ഒരു ലോകത്ത് സത്യം കണ്ടെത്താനാണ് നിങ്ങളത് വായിക്കുന്നത്. ഞാൻ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും ശൂന്യതയിലും ജീവിച്ചിരുന്നു. എന്നാൽ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ കണ്ടെത്തി. അതാണ് യേശുക്രിസ്തു. അവൻ എൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. അവൻ എനിക്ക് ഒരു പുതിയ വ്യക്തിത്വവും സന്തോഷവും സമാധാനവും നൽകി, മറ്റാർക്കും കഴിയാത്തതുപോലെ. നിങ്ങൾ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. അവൻ്റെ വചനം തുറന്ന് സ്വയം കാണുക. നിങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആവില്ല. ബൈബിൾ വെറും ഒരു പുസ്തകമല്ല, അത് ഒരു ദിവ്യമായ കൂടിക്കാഴ്ചയാണ്. ഇന്ന് നിങ്ങൾക്ക് അവനെ കാണാൻ ആഗ്രഹമുണ്ടോ? വചനം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. സങ്കീർത്തനം 119, 105 വാക്യം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.